പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന മാർച്ച് മാസം കേരള നിയമസഭയിലേക്ക് അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണ അധികാരത്തിൽ വരാൻ വേണ്ടി പിണറായി വിജയൻ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 10 വർഷം അധികാരത്തിന് പുറത്തു നിന്ന UDF വീണ്ടും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി അവരും വളരെ ഗൗരവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1-2 ആഴ്ചകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസ്ഥാന സർക്കാരിന് കീഴിലായിരിക്കില്ല, പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലായിരിക്കും, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലായിരിക്കും. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസ് സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും പിന്നെ ഫലത്തിൽ പിന്നെ ഗവൺമെൻറ് നിലവിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം, ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതുകൊണ്ട് 4.5 ലക്ഷം പേര് വരും. ആ 4.5 ലക്ഷം പേര് ചീഫ് സെക്രട്ടറി മുതൽ ഈ സംസ്ഥാന ജീവനക്കാരിൽ ഏറ്റവും താഴത്തെ ശ്രേണിയിൽ നിൽക്കുന്നവർ വരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ ഒരു സംസ്ഥാന സർക്കാരിന് അടുത്ത തവണ അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പങ്കാളികളാക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ അവർ സംസ്ഥാന സർക്കാരിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട പൊതു ഖജനാവിൽ നിന്ന് പണം വാങ്ങുന്ന, ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് നമ്മൾ പറയുന്നത്. അത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും കടന്നു കയറാൻ പാടില്ല. രാഷ്ട്രീയമൊക്കെ കടന്നു കയറാറുണ്ട് എങ്കിൽ പോലും പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം. പക്ഷേ അധികാരത്തിലിരിക്കുന്ന ആ ഗവൺമെൻറ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്താ സുഹൃത്തുക്കൾ? ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നല്ലോ, ഒരു പ്രസംഗത്തിൻ്റെ ഓഡിയോ പുറത്തു വന്നല്ലോ. ആ ഓഡിയോയിൽ എന്താ പിണറായി വിജയൻ ചെയ്യുന്നത്? ആ ഓഡിയോയിൽ പിണറായി വിജയൻ പച്ചയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, മൂന്നാം തവണ അധികാരത്തിൽ വരാൻ ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം. ഇതാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് തീർത്തും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അല്ലേ സുഹൃത്തുക്കളെ? എന്നാലോചിച്ച് നോക്കി. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഈ ഒരു ജില്ലാതല അവലോകന യോഗത്തിലോ മറ്റോ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. അതായത് ജില്ലാ കളക്ടർമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അഭിസംബോധന ചെയ്യായിരുന്നു പിണറായി വിജയൻ. ആ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം മലയാള മനോരമ ചാനൽ പുറത്തു കൊണ്ടുവരികയുണ്ടായി. അത് എന്താണ് എന്ന് നമുക്ക് ഇനിയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജില്ലാതല യോഗത്തിൽ കളക്ടർ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം നമ്മളൊന്ന് കേൾക്കണം. അതിൻ്റെ ഓഡിയോ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൽ അദ്ദേഹം പറയാൻ തുടങ്ങുന്നത്, നമുക്ക് നല്ല മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് തുടർ ഭരണം എന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇങ്ങനെയുണ്ട്, തുടർ ഭരണം ഉണ്ടാവണം എന്ന് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്.
തുടർഭരണം ഉണ്ടാവുക എന്നുള്ളത് CPM-ൻ്റെ ലക്ഷ്യമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തോട് ഇങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇനി നമുക്ക് ബാക്കി വായിക്കാം. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവണം. കാരണം ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. വലിയൊരു ദൗത്യമാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് പോകുന്ന വോളണ്ടിയേഴ്സ് ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കിയവർ ആകണം എന്നില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് പറയുക, കുറച്ച് പേർ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയുള്ളൂ. ജനങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും ജനങ്ങൾ. അത് കേട്ട് വിശദീകരണം കൊടുക്കാതെ വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ വിശദീകരണം കൊടുക്കാൻ നമുക്ക് കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയുകയാണ്, അതിൽ ഒരു പ്രശ്നം, ഇപ്പോൾ 10 വർഷമായി ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുകയാണ്. ഇനി വീണ്ടും അത് തുടരണമോ? ഇവിടെ സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൽ ഒരു പ്രത്യേകത നാട്ടിലിറങ്ങിയാൽ കാണാം. നിങ്ങളുടെ വോളണ്ടിയർമാരും ഇറങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിൻ്റെ വികസന നേട്ടങ്ങൾ സംരക്ഷിക്കപ്പെടണം. കൂടുതൽ നല്ല രീതിയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്. അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിൽ അനുഭവം അതാണ്. 2021 തുടർഭരണത്തിൻ്റെ ഭാഗമായി നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 2031 ആകുമ്പോഴേക്കും കേരളത്തെ ഒരു കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് എത്തുകയാണ്. നല്ല രീതിയിലേക്ക് നമ്മുടെ അഭിവൃദ്ധി പ്രഖ്യാപിക്കാൻ കഴിയണം. അതിൻ്റെ ഭാഗമായുള്ള നല്ല മാറ്റം കേരളത്തിൽ സംഭവിക്കണം. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നവകേരളം എന്നത് നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റമാണ്. എല്ലാവർക്കും ആ മാറ്റം അനുഭവപ്പെടണം. അതിൽ വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് നമ്മൾ ഉയർത്തുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്താ, വളരെ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അതായത് വികസനം പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ജനങ്ങളിലേക്ക് ചെല്ലുന്ന ഉദ്യോഗസ്ഥന്മാർ തുടർഭരണമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത അവരെ വിശദമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവർ എന്തെങ്കിലും തെറ്റായ രീതിയിൽ മറുപടി പറഞ്ഞാൽ അത് കേട്ടിറങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരണം. ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, കളക്ടർ മുതൽ താഴോട്ട് വരെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞ, ഇംഗ്ലീഷിൽ ബ്ലേറ്റൻ്റ്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. കടുത്ത ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആവശ്യമാണ് അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണ് മൂന്നാമത് അധികാരത്തിൽ വരാനുള്ള താല്പര്യമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ താല്പര്യം, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആവശ്യം പച്ചയ്ക്ക് പറയുകയാണ് സുഹൃത്തുക്കൾ ഇതിനകത്തോട് ചെയ്യുന്നത്. തുടർഭരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷ്യമാണോ? അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഖജനാവിൽ നിന്ന് നൽകുന്നത്. അത് ലക്ഷക്കണക്കിന് ജനങ്ങൾ നികുതിയായി കൊടുക്കുന്ന പണമാണ് ഖജനാവിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നത്.
ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തുടർഭരണം അവരുടെ ലക്ഷ്യമല്ല. അവരോടത് ആവശ്യപ്പെട്ടിട്ടില്ല, അവർക്കത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽപ്പെടുന്ന കാര്യമല്ലത്. എന്നാൽ ഇവിടെ പച്ചയ്ക്ക് ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് തുടർഭരണം വേണം എന്ന് പച്ചയ്ക്ക് പറയുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഏറ്റവും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അല്ലേ? എന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നവകേരള സർവേയാണ് ഇന്നലെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഇതിനകത്തെ പ്രശ്നം എന്താ? ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പെരുമാറ്റച്ചട്ടം വന്നു കഴിയുമ്പോഴത്തേക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലേക്ക് പോകുന്നത്. ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരികളും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? കാരണം ഇതിനകത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തുടർഭരണം വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ. അവർക്കെങ്ങനെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാൻ കഴിയുക? അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ സ്ഥാനത്ത് ഇരിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. കാരണം ഈ മുഖ്യമന്ത്രി പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളുടെ ഇടയിലേക്ക് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സർവേ എന്ന് പറഞ്ഞ് സർവേ നടത്താൻ വിട്ടിട്ട് അവരോട് തുടർഭരണത്തിൻ്റെ ആവശ്യകത വീടുകളിൽ ചെന്ന് പറയണം എന്ന് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ എന്താണ് അവകാശം? അപ്പം അതുകൊണ്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സർക്കാരിനെ പാർട്ടിയാക്കി മാറ്റുക. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ പറയുമായിരുന്നു ഗുജറാത്തിലെ കാര്യം. ഗുജറാത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. 2002 വന്ന IAS ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ 23 വർഷമായി ഗുജറാത്തിൽ കണ്ടിട്ടുള്ളത് BJP ഭരണമാണ്. കാരണം 2002 മുതൽ 2026 കഴിഞ്ഞ 23 വർഷമായി ഗുജറാത്തിൽ BJP മാത്രമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2002 കയറിയ IAS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ BJPയുടെ ഭരണം അവിടെ കണ്ടിട്ടുള്ളൂ. അവിടെ BJPയുടെ ഒരു ജില്ലാ സെക്രട്ടറി വന്ന് ഒരു കളക്ടറുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ കളക്ടർ ആ കാര്യം നടത്തി കൊടുക്കും. കാരണം എന്താണ്? അവിടെ പാർട്ടി തന്നെയാണ് ഗവൺമെൻറ്. അവിടെ കഴിഞ്ഞ 23 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയും ആ പാർട്ടിയുടെ തന്നെയാണ് ഗവൺമെൻറ്റും. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഒരു BJPയുടെ ജില്ലാ സെക്രട്ടറി ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ അടുത്തൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് IAS ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കി കൊടുക്കും. കാരണം എന്താ? അവിടുത്തെ പാർട്ടി തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഒറ്റ പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലും ഈ പിണറായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ്. 10 വർഷമായിട്ട് അവരുടെ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് പാർട്ടി പറയുന്നതാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്, പാർട്ടി പറയുന്നതാണ് കളക്ടർമാർ ചെയ്യേണ്ടത്. ഇതുപോലുള്ള പണിയാണ് ഇയാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിനെ പാർട്ടിയാക്കി മാറ്റുകയാണ്. പാർട്ടിയുടെ ആവശ്യങ്ങൾ ഭരണഘടന പൊതുഖജനാവിൽ നിന്നുള്ള പണം എടുത്ത് അയാൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ഭരണഘടനാ വിരുദ്ധമാണ്, എത്ര നിയമവിരുദ്ധമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ വീഡിയോകൾ ഇനി ചെയ്യാനുണ്ട്. തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക, സർക്കാരിനെ പാർട്ടിയാക്കി മാറ്റുന്നു പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് സർക്കാരിനെ പാർട്ടിയാക്കി മാറ്റുന്നത്? പാർട്ടി അയാളെ കൈവിട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. പാർട്ടിക്കാരുടെ സഹായത്തോടുകൂടി അടുത്തവണ തെരഞ്ഞെടുപ്പ് വരാൻ അയാൾക്ക് കഴിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാൾ എടുത്തിരിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള വഴി എന്താണ്? പൊതുഖജനാവിൽ നിന്നുള്ള നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കോടാലിക്കൈ ഉപയോഗിച്ചുകൊണ്ട് അടുത്തവണ അധികാരത്തിൽ വരാനുള്ള നീചവും നികൃഷ്ടവും മ്ലേച്ഛവും ലജ്ജാകരവുമായിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തതിൻ്റെ പച്ചയായ ഉദാഹരണമാണ് അദ്ദേഹം കളക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരോട് നടത്തിയിട്ടുള്ള ഈ തുടർഭരണത്തിന് വേണ്ടിയുള്ള ഈ ആഹ്വാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.